നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞങ്ങളുടെ നാടായ പാരിപ്പള്ളിയിലെ ശ്രീ കാവടിക്കുളം ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ ഒരു ചെറിയൊരു കാഴ്ചകളാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങളുടെ ക്ലബിൻ്റെ പേര് യുവതീര എന്നാണ് കേട്ടോ. ഞങ്ങളുടെ ക്ലബിൻ്റെ ഒരു തമ്പോല വരുന്നുണ്ട്. അപ്പോൾ ആ തമ്പോല വരുന്ന വണ്ടി സ്വീകരിക്കാനായിട്ടാണ് ഇപ്പോൾ എൻ്റെ വണ്ടി എന്തായാലും പുറപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ ഞങ്ങൾ കൊടിയും കാര്യങ്ങളും എല്ലാം ഒക്കെ പിടിച്ച് നമ്മൾ എന്തായാലും തമ്പോല വണ്ടിയെക്കുറിച്ച് ബൈക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ചേർന്ന് സ്വീകരിച്ച് നമ്മൾ നേരെ ക്ഷേത്രത്തിലോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മൾ പിള്ളേർ സീറ്റൊക്കെ ഇതൊക്കെ ഭയങ്കര വൈബാണ് കേട്ടോ. ഇതൊക്കെ ഒരു ആഘോഷമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇന്നൊരു ദിവസം കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും മനസ്സിന് ഭയങ്കര വിഷമമാട്ടോ. ഇനി ഇതുപോലൊരു ദിവസം വരണമെങ്കിൽ ഇനി അടുത്ത വർഷം കാത്തിരിക്കാം. എന്തായാലും നമ്മൾ തമ്പോലൊക്കെ പറക്കി ചൂടാകുന്നുണ്ടോ. നല്ല രീതിക്ക് ചൂടാക്കി നല്ല കീച്ചാളാണ്. എന്തൊക്കെ പറഞ്ഞാൽ ഈ വർഷത്തെ ഉത്സവം എന്തായാലും നമ്മളങ്ങ് അടിച്ച് പൊളിച്ചു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാ വർഷവും നമ്മൾ ഇതേക്ക് ആനയോ തമ്പോരയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണും. അടുത്ത വർഷം മുതലുള്ള ഉത്സവങ്ങളൊക്കെ നല്ല അടിപൊളി ഉത്സവങ്ങളായിരിക്കും കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം വാഹനങ്ങളൊക്കെ മോഡിഫൈ ചെയ്യാൻ നമ്മളെ പുതിയ സർക്കാർ ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, അപകടകരമല്ലാത്ത രീതിയിലുള്ള മോഡിഫൈ ഒക്കെ ചെയ്യാമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് വാഹനങ്ങളൊക്കെ ഈ ഉത്സവ സമയത്തൊക്കെ ഓരോ വാഹനങ്ങൾ ആനയെ സ്വീകരിക്കാൻ അതിനൊക്കെ ആയിട്ട് നമ്മളിപ്പം ഇറക്കുന്ന ഇങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് ഒരു അവസരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ എന്തായാലും നല്ല രീതിയിൽ നമ്മൾ വിനിയോഗിക്കാൻ. സ്റ്റേജ് പരിപാടി അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ ഒരു മാവൻ ഫ്രണ്ടിൽ അങ്ങോട്ട് ഡാൻസ് കളി തുടങ്ങി കേട്ടോ. മാവത്തിൽ അല്പം കഴിച്ചിട്ടൊക്കെ ഉണ്ട്. എന്തായാലും മാവൻ ആഴ്ച തിമിർക്കുന്നുണ്ടോ വളരെ. ഇത് ഞങ്ങളൊരു ഗാനമേളയാണ് കേട്ടോ. നമ്മളൊരു 10-15 പേര് ചേർന്ന് നടത്തുന്ന ഒരു ഗാനമേളയാണ്. അപ്പം പരിപാടിയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കി ആൾക്കാരെല്ലാം കൊട്ടിൻ്റെ കൂടെയൊക്കെ പല വഴിക്കായിട്ടൊക്കെ നിൽക്കുകയാണ്. എല്ലാവരും ഒരു 8-8 ആകുമ്പോഴത്തേക്ക് ക്ഷേത്ര കാമ്പൗണ്ടിലോട്ട് എത്തത്തുള്ളൂ. ഇപ്പം എന്തായാലും പിള്ളേരൊക്കെ കിടന്ന് അറുപാത് തുടങ്ങി കേട്ടോ. നല്ല രീതിയിൽ കിടന്ന ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ച് എല്ലാവരും ആഘോഷത്തിലാണ്. ഇത് ഞങ്ങൾ കുറച്ച് പിള്ളേർ കിടന്ന് കളിക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മളിനി സ്റ്റേജിൽ നിന്ന് ഒരുപാട് പിന്നോട്ട് മാറിയാണ് ആർക്കും ശല്യമൊന്നും ഇല്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം പല സ്ഥലങ്ങളിൽ നിന്നായിട്ടൊക്കെ പടുക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു 2-3 കരകളിൽ നിന്നായിട്ടൊക്കെ പടുക്കുകൾ അവിടെ നിന്നെല്ലാം വരുന്നുണ്ട്. ഒത്തിരി ഇവിടൊക്കെ ഉണ്ടായിരുന്നു. നല്ല നല്ല ഒരുപാട് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. ഒന്നും എടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കൊട്ടിൻ്റെ കൂടെ അതിൻ്റെയൊക്കെ പുറകിൽ ഇങ്ങനെ നടക്കുന്നതാണ്. നമുക്ക് സമയം കിട്ടിയില്ലായിരുന്നു ഓടിയെത്താനായിട്ടും. ഒരു കരക്കാരുടെ പടുക്കെല്ലാം നന്നായി ഇപ്പോൾ ക്ഷേത്ര കാമ്പൗണ്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം നമുക്ക് മേടിച്ച് അതങ്ങോട്ട് മാറ്റി വെക്കാനുള്ളതാണ്. ഇപ്പം പടുക്കുകളെല്ലാം ഇങ്ങനെ പറക്കി ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ അടിക്കടിക്ക് വയ്ക്കാണ്ട്. അപ്പോൾ പേരും കാര്യങ്ങളൊക്കെ ഒന്നും മാറി പോവാതെയൊക്കെ നോക്കിക്കോളും. അതെല്ലാം നമ്മളാണ് നോക്കിയെല്ലാം ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലായിട്ട് ഒരുപാടുണ്ടാകും കേട്ടോ. ഇഷ്ടം പോലെ പടുക്ക ഉണ്ടായിരുന്നു. ഇതൊരു ടീമിൻ്റെ മാത്രം പടുക്ക വെച്ചപ്പോഴത്തേന് അത്രയായി. പിന്നെ ഒരുപാട് പിന്നെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അടുത്ത കരക്കാരുടെ പടുക്ക എന്തായാലും എത്തിയിട്ടുണ്ട് കേട്ടോ. അവർ നല്ല മികച്ച രീതിയിലായിരുന്നു കേട്ടോ. താലപ്പല്യം മുളക്കം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പടുക്ക എല്ലാം കൂടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇനി ഒരു കുഴിയമ്പാരത്തുനിന്ന് ഒരു പടുക്ക വരാണ്ട്. അപ്പോൾ അവരുടെ പടുക്ക എന്നാണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും അവസാനം എത്തിയത് അവരുടെ പടുക്കയാണ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ വന്നത് അവർ തന്നെയാണ് കേട്ടോ. കാര്യം എല്ലാ വർഷവും അവർ നല്ല അടിപൊളിയായിട്ടാണ് അവർ പടുക്കെല്ലാം കൊണ്ടുവരുന്നത്. പിന്നെ ഉരുള് പൊങ്കാല എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നിൻ്റെ വീഡിയോ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ആ സമയത്തെല്ലാം ഭയങ്കര തിരക്കിലായിപ്പോയി. ഇപ്പം നമ്മളെ കൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായതുകൊണ്ട് നമുക്ക് ആ പടുക്കയുടെ വീഡിയോ ഒന്നും ഫുൾ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നേരെ നമ്മൾ കൊട്ടിൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം മൊത്തം അറുമാതിപ്പാണ്. നമ്മുടെ ക്ലബ്ബ് അംഗങ്ങൾ മാത്രം ഏതാണ്ട് 10-30ഓളം പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും കൂടെയൊക്കെ ഒരേ ഡ്രസ്സിലൊക്കെ നിന്ന് അട്ടിച്ച് പൊളിച്ച് എന്തായാലും. അപ്പം നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ കൂടുതലും ഷോർട്സ് വീഡിയോ ഒക്കെയാണ് ചെയ്യുന്നത്. വല്ലപ്പോഴും കൂടിയൊക്കെ ഇങ്ങനെയുള്ള വലിയ വീഡിയോകളൊക്കെ ചെയ്ത് നിങ്ങളെയൊക്കെ വെറുപ്പിക്കാറുള്ളൂ. എന്തായാലും പോപ്പറും കാര്യങ്ങളും എല്ലാം അടിച്ച് നമ്മൾ തകർത്ത് തൂത്ത് വാരിയിട്ടാ. എന്തായാലും അങ്ങനെ നമ്മുടെ ഉത്സവം എല്ലാം വളരെ ഭംഗിയായിട്ട് തീർന്നു കേട്ടോ. തീർന്ന് അങ്ങനെ പിറ്റേന്ന് നോക്കിയപ്പോഴത്തേക്ക് ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് കണക്കായി പോയിട്ടാ നമ്മളെ ക്ഷേത്രമുറ്റമൊക്കെ.